ഇന്നത്തെ വീഡിയോയിൽ സ്റ്റാൻസിൽ കാണുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റാൻസ് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോണേ. അതിൽ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നത്, ആളുകൾ സ്റ്റാൻസ് നിൽക്കുന്ന സമയത്ത് ഇപ്പം നിങ്ങൾക്കറിയാം, കെവിൻ പീറ്റേഴ്സൺ എന്ന് പറയുന്ന ബാറ്റർ കുറച്ച് വൈഡർ സ്റ്റാൻസിലാണ് ബാറ്റിങ്ങിന് നിൽക്കുന്നത്. ആ സമയം സ്റ്റീവ് സ്മിത്ത് എന്ന് പറയുന്ന ബാറ്റർ വളരെ ക്ലോസ് ആയിട്ടുള്ള സ്റ്റാൻസിലാണ് നിൽക്കുന്നത്. ഇനി ചില ബാറ്റേഴ്സ് ഈക്വലി നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് വീഡിയോ പറഞ്ഞതുപോലെ ഷോൾഡർ ഡിസ്റ്റൻസിലായിരിക്കും ബാറ്റിംഗ് സ്റ്റാൻസ് നിൽക്കുക. ഇത് ഡിപ്പെൻസ് ഓൺ ഓരോ ബാറ്റർ അനുസരിച്ചിട്ടും അവരുടെ ഗെയിമിന്റെ രീതി അനുസരിച്ചിട്ട് ചേഞ്ചസ് വരാം. ആൾക്കാർ വൈഡർ ആയിട്ടുള്ള സ്റ്റാൻസ് എടുക്കുന്നതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഹൈറ്റ് കൂടുന്ന അനുസരിച്ചിട്ട് അവർക്ക് ഫ്രണ്ടിൽ ഉള്ളിലേക്ക് വരുന്ന ബോളുകളൊക്കെ ഷോട്ട് കളിക്കുന്ന സമയത്ത് ഈ ഹൈറ്റ് കൂടിയവർക്ക് കുറച്ച് ഷോട്ട് കളിക്കുമ്പം നിവർന്ന് നിന്ന് കളിക്കുകയും അതിന്റെ ഉള്ളിൽ കൂടെ ബോൾ പോകുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. ഇങ്ങനെ കാണുന്ന സിറ്റുവേഷൻസിലാണ് ഈ ബാറ്റർ കുറച്ചും കൂടി സ്റ്റാൻസ് വൈഡർ ആക്കി കഴിയുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ലോ ആയിട്ടുള്ള പൊസിഷൻ കീപ്പ് ചെയ്യാനും പറ്റും. അതിന്റെ കൂടെ തന്നെ അപ്പോൾ അത്രയും താന്ന് വന്ന് ഷോട്ട് കളിക്കാനും അവരെ വൈഡർ സ്റ്റാൻസ് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഓരോ ആളുകളും അവരുടെ ഗെയിമിന്റെ രീതി അനുസരിച്ചിട്ടാണ് അവരുടെ സ്റ്റാൻസ് നോക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹൈറ്റും നിങ്ങളുടെ ഗെയിമിന്റെ രീതിയും വെച്ചിട്ട് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള, ഇപ്പം കാല് ഓവറായിട്ട് വൈഡാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫീറ്റ് മൂവ്മെന്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ഫീറ്റ് മൂവ്മെന്റ് കറക്റ്റായിട്ട് ബോളിലേക്ക് പോകുന്നത് കുറയുമ്പോൾ, മൂവ്മെന്റ് കുറയുന്ന അനുസരിച്ച് നിങ്ങളുടെ ഹെഡ് ആൻഡ് ഷോൾഡർ ലീഡ് ചെയ്യുന്നത് കുറയാനുള്ള ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ വരുന്ന സമയത്ത് ഹെഡ് ആൻഡ് ഷോൾഡർ ലീഡ് ചെയ്യാതെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ബോൾ ബാറ്റിന്റെ ഉള്ളിൽ കൂടെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതിന്റെ കൂടെ തന്നെ കാല് ഷോർട്ടർ ആയിട്ട് വെക്കുന്ന സമയത്ത് വരുന്ന ഒരു പ്രോബ്ലം, നിങ്ങൾ ഷോർട്ടർ ആയിട്ട് വെച്ചിട്ട് നിങ്ങൾ കാല് ഓവറായിട്ട് ബോളിലേക്ക് ഒരുപാട് ടൈം എടുത്ത് ബോളിലേക്ക് റീച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ വരുന്ന സമയത്തും നിങ്ങൾക്ക് ടൈമിങ്ങും കാര്യങ്ങളെല്ലാം മിസ്സാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഡിസ്റ്റൻസിലാണ് നിങ്ങൾ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോളിലേക്ക് വരുന്ന അനുസരിച്ച് ഷോൾഡർ കീപ്പ് ചെയ്യാൻ, ഹെഡ് ആൻഡ് ഷോൾഡർ ലീഡ് ചെയ്യാനും എല്ലാത്തിനും പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ബാലൻസ് കീപ്പ് ചെയ്തുള്ള മൂവ്മെന്റ് നിങ്ങൾക്ക് ചെയ്യാനും പറ്റുന്നതായിരിക്കും. സോ അപ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക നിങ്ങളുടെ ഷോൾഡർ ഡിസ്റ്റൻസിൽ സ്റ്റാൻസ് നിൽക്കുന്നതായിരിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിലും വൈഡർ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് നിങ്ങൾക്ക് കംഫർട്ട്, അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് വെക്കുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ട് എന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഒരു കോച്ചിനെ കണ്ട് കോച്ചുമായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണെന്നുള്ളത് ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങളത് കളിയിൽ ആഡ് ചെയ്യുക. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബാറ്റിംഗ് സ്റ്റാൻസ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സും ഇതൊക്കെയാണ്. സോ ഇത് നിങ്ങളുടെ കളിയിലും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക, എന്നിട്ട് അത് ഇമ്പ്രൂവ് ചെയ്യുക. സോ നല്ലൊരു സ്റ്റാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഷോട്ട്സ് കളിക്കാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും.